വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കനയ്യകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ദില്ലി ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും. കനയ്യയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുകയാണ്. വിവരങ്ങളുമായി മനു ശങ്കർ ചേരുന്നു. മനു, രാജ്യം മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവം ഒടുവിൽ അത് അകാരണമായിരുന്നു എന്ന് വ്യക്തമായി. ഇനി കനയ്യയ്ക്ക് ജാമ്യം ലഭിക്കുക അതുമാത്രമാണ് എവരുടെയും ശുഭ പ്രതീക്ഷയും. അതുതന്നെ സംഭവിക്കുമെന്ന പ്രതീക്ഷയിലല്ലേ ഏവരും? അഞ്ജു, അല്പസമയങ്ങൾക്കകം ഏകദേശം 15 മിനിറ്റിനകം ജസ്റ്റിസ് പ്രതിഭ റാണിയുടെ ബെഞ്ച് ഈ കേസ് കന്നയ്യയുടെ ജാമ്യ ഹർജിയിൽ അന്തിമ വിധി പ്രഖ്യാപിക്കും. നിലവിൽ കനയ്യകുമാറിന് ജാമ്യം ലഭിച്ചേക്കുമെന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഡൽഹി പോലീസ് അടക്കം ആദ്യ സമയങ്ങളിൽ ദില്ലി ഹൈക്കോടതി അറിയിച്ചിരുന്നത് കനയ്യകുമാർ ഫെബ്രുവരി 9-ന് രാജ്യദ്രോഹ കുറ്റം വിളിച്ചു എന്നതിനാസ്പദമായ വീഡിയോ തെളിവുകൾ ഉണ്ട് എന്നും മറ്റുമായിരുന്നു ആദ്യ സമയങ്ങളിൽ കോടതി അറിയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വാദം കേൾക്കുന്നതിനിടെ 3 മണിക്കൂർ നീണ്ട വാദത്തിനിടയിൽ എന്ത് അടിസ്ഥാനത്തിലാണ് രാജ്യദ്രോഹ കുറ്റം കന്നയ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്ന് ദില്ലി ഹൈക്കോടതി തന്നെ ചോദിച്ചിരുന്നു. തങ്ങളുടെ പക്ഷം വീഡിയോ തെളിവുകളൊന്നും ഇല്ലെന്നും പകരം ദൃക്സാക്ഷി തെളിവുകൾ മാത്രമാണ് ഉള്ളതെന്നും ദില്ലി പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തന്നെ കന്നയ്യയ്ക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ അടക്കമുള്ളവർ വ്യക്തമാക്കി വാദിച്ചിരുന്നതും തെളിവാക്കി ദില്ലി പോലീസ് ഇപ്പോൾ വാദിക്കുന്നത് ചില CCTV ഫൂട്ടേജുകളുടെ ദൃശ്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഈ CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് കനയ്യകുമാർ ആ സമയത്ത് അവിടെ എത്തിയിരുന്ന ആളുകളുടെ ID പ്രൂഫ് മറ്റും ചോദിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി ആ CCTV ഫൂട്ടേജിൽ വ്യക്തമാണെന്നും കപിൽ സിബൽ അടക്കം വാദിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ കപിൽ സിബൽ ഇന്ന് ഇത് സംബന്ധിച്ചുള്ള CCTV ഫൂട്ടേജിൽ അടങ്ങിയ ദൃശ്യങ്ങളുടെ ഒരു CD കൂടി കോടതിയിൽ ഒരുപക്ഷെ നൽകിയേക്കുമെന്നൊരു സൂചനകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും കന്നയ്യയ്ക്ക് സ്വാഭാവികമായി ജാമ്യം ലഭിച്ചേക്കുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. കോടതി ഈ ദില്ലി പോലീസിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കനയ്യകുമാറിന് ജാമ്യം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് JNU വിദ്യാർത്ഥികളടക്കം വച്ചു പുലർത്തുന്നത്. നിലവിൽ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ വ്യാജ തെളിവുകളിൽ നടത്തിയ നടപടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു പ്രതിഷേധ റാലി പാർലമെന്റിലേക്ക് JNU ഒപ്പം ഹൈദരാബാദ് സർവകലാശാല വിദ്യാർത്ഥികൾ ഒപ്പം മറ്റു സർവകലാശാലകളിലെയും വിവിധ വിദ്യാർത്ഥികൾ കൂടി സംയുക്തമായ ഒരു മാർച്ചും ഇപ്പോൾ പാർലമെന്റിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനു, അത് തന്നെയാണ്, ജാമ്യത്തെ എതിർക്കില്ല എന്ന് ആദ്യം തന്നെ ദില്ലി പോലീസ് വ്യക്തമാക്കിയതാണ്. എന്നാൽ പിന്നീട് അഫ്സൽ ഗുരു അനുസ്മരണം നടത്തിയത് കനയ്യയാണ് എന്നുള്ള രീതിയിൽ കൂടി വാദം പോകുന്നു. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ള ഒരു നിലപാട് കൂടി ദില്ലി പോലീസ് എടുക്കുമെന്ന സൂചന ഉണ്ട്. അത്തരത്തിൽ വന്നാൽ അത് കനയ്യയുടെ ജാമ്യത്തെ പ്രതികൂലമായി ബാധിക്കുമോ? അഞ്ജു, നിലവിൽ ദില്ലി പോലീസ് വീണ്ടും കനയ്യകുമാറിന്റെ ജാമ്യ ഹർജി നൽകരുത് എന്നൊരു വാദം തന്നെ ഉന്നയിക്കുമെന്നാണ് അറിയുന്നത്. കാരണം ഉമർ ഖാലിദൊപ്പം അനിർബൻ ഭട്ടാചാരി അടക്കമുള്ള 2 വിദ്യാർത്ഥികളെ കൂടി പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ കനയ്യയ്ക്ക് ഇപ്പോൾ ജാമ്യം നൽകുന്നത് കേസ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കും എന്നൊരു വാദമാകും ദില്ലി പോലീസ് കോടതി മുമ്പാകെ അറിയിക്കുക. എന്നാൽ ദില്ലി സർക്കാർ അഭിഭാഷകരടക്കം വ്യക്തമാക്കിയത് കനയ്യയ്ക്ക് ജാമ്യം അനുവദിക്കണമെന്നൊരു നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതി അറിയിച്ചത്. ഇതാണ് ദില്ലി പോലീസിനെ ഇപ്പോൾ പ്രതികൂലമായി ഈ ഇക്കാര്യത്തിൽ ബാധിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ ഇനി എന്ത് നിലപാട് ജസ്റ്റിസ് പ്രതിഭ റാണിയുടെ ബെഞ്ച് കൈക്കൊള്ളുമെന്നതാകും ശ്രദ്ധേയം. സ്വാഭാവികമായി കന്നയ്യയ്ക്ക് ജാമ്യം ലഭിക്കേണ്ടതിന് ആസ്പദമായ അനുകൂലമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് നിയമ വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി ഒരുപക്ഷെ ദില്ലി പോലീസിന്റെ ഈ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നും മറ്റുമുള്ള ഒരു വാദം കോടതി അംഗീകരിക്കുമോ എന്നൊരു സംശയം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി കന്നയ്യയ്ക്ക് ജാമ്യം ലഭിക്കേണ്ട ഇതിനാസ്പദമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. അഞ്ജു, കനയ്യകുമാറിന്റെ ജാമ്യ ഹർജി അല്പസമയത്തിനകം ദില്ലി ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളാണ് മനു ശങ്കർ നൽകിയത്. വിൻസനം പോളിനെ വിവരാവകാശ കമ്മീഷണറാക്കി സർക്കാർ ശുപാർശ ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. മറ്റ് 5 അംഗങ്ങളുടെ നിയമനവും സ്റ്റേ ചെയ്തു. ചട്ടങ്ങൾക്ക് വിരുദ്ധമായും സുപ്രീംകോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും നിയമനം എന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം സ്വദേശിയായ സോമനാഥൻ പിള്ളയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഹർജിയിൽ നേരത്തെ പ്രാഥമിക വാദം കേട്ട കോടതി നിയമനവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. തുടർന്നാണ് കേസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വീണ്ടും പരിഗണിച്ചത്. ഏപ്രിൽ 26-ന് മാത്രമേ ഒഴിവുകൾ നിലവിൽ വരികയുള്ളൂവെന്നും ഹർജി അപക്വമാണ് എന്നും സർക്കാർ വിശദീകരിച്ചെങ്കിലും കേസ് തീർപ്പാകും വരെ 5 അംഗങ്ങളുടെയും നിയമന നടപടികൾ നിർത്തിവെക്കാൻ കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. വിൻസനം പോളിന്റെയും മറ്റും നിയമനം യോഗ്യരായ പലരെയും മറികടന്നാണ് എന്ന് ഹർജി ഭാഗം കോടതിയിൽ ആരോപിച്ചു. കേസ് ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
PF നിക്ഷേപത്തിന് നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. പെൻഷൻ സ്കീമിൽ നിക്ഷേപം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് നികുതി ഏർപ്പെടുത്തിയതെന്നും മന്ത്രി വിശദീകരിച്ചു. PF പദ്ധതിക്കെതിരായ കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമാണ് ശുപാർശയെന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളി സംഘടനകൾ രംഗത്തെത്തി. പ്രോവിഡന്റ് ഫണ്ടിലെ തുക പിൻവലിക്കുമ്പോൾ നിലവിലെ ചട്ടങ്ങൾ പ്രകാരം ഒരു തരത്തിലുള്ള നികുതിയും ഈടാക്കാറില്ല. ഇതിനു പകരം PF തുകയുടെ 60% പലിശ ഈടാക്കാനാണ് ബഡ്ജറ്റ് പ്രഖ്യാപനം. തൊഴിലാളി സംഘടനകൾ നിർദ്ദേശത്തിനെതിരെ രംഗത്ത് വന്നതിനെ തുടർന്ന് പുനഃപരിശോധിക്കുമെന്ന ചില സൂചനകൾ ധനമന്ത്രാലയം നൽകിയിരുന്നു. പക്ഷേ ഈ സൂചനകൾ അരുൺ ജെയ്റ്റ്ലി തള്ളിക്കളഞ്ഞു. PF ഫണ്ടിൽ നികുതി ഏർപ്പെടുത്താനുള്ള നിർദ്ദേശത്തിൽ മാറ്റമില്ല. പെൻഷൻ സ്കീമിൽ നിക്ഷേപം നടത്തുന്നത് പ്രോത്സാഹിപ്പിക്കാനാണ് നികുതി കൊണ്ടുവന്നതെന്നും ജെയ്റ്റ്ലി പറഞ്ഞു. 15,000-ൽ കൂടുതൽ ശമ്പളം വാങ്ങുന്ന എല്ലാവർക്കും നികുതി ബാധകമാകും. PFന്റെ 60% തുക പെൻഷൻ സ്കീമുകളിൽ നിക്ഷേപിക്കുന്നവർക്ക് നികുതി ഇളവ് ലഭിക്കും. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വൻ തിരിച്ചടി നൽകുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പെൻഷൻ ലഭിക്കാത്ത സാധാരണ തൊഴിലാളികൾക്ക് ആശ്വാസമായിരുന്നു പിരിഞ്ഞു പോകുമ്പോൾ ലഭിക്കുന്ന PF തുക. ഇതിൽ 60% തുകയ്ക്കും നികുതി ഏർപ്പെടുത്തുന്നതോടെ കയ്യിൽ ലഭിക്കുന്ന PF തുകയിൽ കുറവുണ്ടാകും. 3.7 കോടി തൊഴിലാളികൾ അംഗങ്ങളായ സാമൂഹ്യ സുരക്ഷാ പദ്ധതി കൂടിയാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്. മൊത്തം 6.3 ലക്ഷം കോടിയിൽ പരം നിക്ഷേപം PFലുണ്ട്. ഇത് ലക്ഷ്യം വച്ചിരിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് സർക്കാർ പരിഷ്കാരമെന്നും തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. PF നിക്ഷേപം സുരക്ഷിതമല്ലാതാകുന്നതോടുകൂടി തൊഴിലാളികൾ പെൻഷൻ സ്കീമിലൂടെ ഓഹരി നിക്ഷേപം നടത്തുമെന്നും കോർപ്പറേറ്റ് ലോകം പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയായി. സിനിമാ താരങ്ങളായ ജഗദീഷും സിദ്ദിഖും പട്ടികയിൽ ഇടം നേടി. JSS വിട്ട KK ഷാജു അടൂരിൽ മത്സരിച്ചേക്കും. ജില്ലാതല സ്ഥാനാർത്ഥി നിർണയ സമിതികൾ KPCCക്ക് നൽകിയ സാധ്യതാ പട്ടികയുടെ വിശദാംശങ്ങളാണ് പുറത്തുവന്നത്. സിനിമാ താരങ്ങളായ സിദ്ദിഖിനെ അരൂരിലും ജഗദീഷിനെ പത്തനാപുരത്തും മത്സരിപ്പിക്കാൻ KPCC നേതൃത്വം ആലോചിക്കുന്നു. സിറ്റിംഗ് MLA-മാരെ ആരെയും സാധ്യതാ പട്ടികയിൽ ഒഴിവാക്കിയിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം മണ്ഡലത്തിൽ രമണി P. നായർ, ശരത്ചന്ദ്ര പ്രസാദ്, കരകുളം കൃഷ്ണപിള്ള, MM ഹസൻ എന്നിവരുടെ പേരുകളാണ് പട്ടികയിലുള്ളത്. സിറ്റിംഗ് MLA-മാരായ VS ശിവകുമാർ, K. മുരളീധരൻ, N. ശക്തൻ, പാലോട് രവി, വർക്കല കഹാർ, KS ശബരിനാഥ്, MA വാഹിദ് തുടങ്ങിയവർ അതത് മണ്ഡലങ്ങളിലെ പട്ടികയിലുണ്ട്. നേമത്ത് തമ്പാനൂർ രവി, PK വേണുഗോപാൽ, നെയ്യാറ്റിൻകര സനൽ എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ VS ശിവകുമാറിന് കൂടാതെ M. വിൻസെന്റിന്റെ പേര് പട്ടികയിലുണ്ട്. ചിറയൻകീഴ് പന്തളം സുധാകരൻ, KS ഗോപകുമാർ എന്നിവരുടെ പേരാണ് പട്ടികയിലുള്ളത്. ഈ സീറ്റ് RSPക്ക് വിട്ടുകൊടുക്കാൻ സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ചന്ദ്രബാബു മത്സരിക്കും. കൊല്ലം ജില്ലയിൽ പ്രധാന നേതാക്കളെല്ലാം പട്ടികയിലുണ്ട്. ശൂരനാട് രാജശേഖരന്റെയും ബിന്ദുകൃഷ്ണയുടെയും പേര് കൊല്ലം മണ്ഡലത്തിൽ ലിസ്റ്റിലുണ്ട്. കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഷാനവാസ് ഖാൻ, R. ചന്ദ്രശേഖരൻ എന്നിവരുടെ പേരുണ്ട്. പത്തനാപുരത്ത് ജഗദീഷ്, PC വിഷ്ണുനാഥ്, ഷാഹിദ കമാൽ എന്നിവരുടെ പേരുകളാണുള്ളത്. പത്തനംതിട്ടയിൽ അടൂർ മണ്ഡലത്തിൽ പന്തളം സുധാകരൻ, JSSൽ നിന്ന് രാജിവെച്ച KK ഷാജു, കോന്നിയിൽ മന്ത്രി അടൂർ പ്രകാശ്, DCC അധ്യക്ഷൻ മോഹൻ രാജ്, ആറന്മുളയിൽ ശിവദാസൻ നായർ, അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ തുടങ്ങിയവരുടെ പേരുകളാണുള്ളത്. സാധ്യതാ പട്ടിക ഇന്നോ നാളെയോ ഹൈക്കമാൻഡിന് കൈമാറും. സിറ്റിംഗ് MLA-മാരുടെയും മന്ത്രിമാരുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് സ്വീകരിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മധ്യ കേരളത്തിലെ 5 ജില്ലകളിലെ 39 സീറ്റുകളിലേക്കായി 200 പേരടങ്ങുന്ന ജംബോ പട്ടികയാണ് DCCകളിൽ നിന്നും KPCCക്ക് ലഭിച്ചിരിക്കുന്നത്. പുതുപ്പള്ളി ഉൾപ്പെടെ 10 സീറ്റുകളിൽ സിറ്റിംഗ് MLA-മാർ തന്നെ ജനവിധി തേടും. K. ബാബു, CN ബാലകൃഷ്ണൻ എന്നീ മന്ത്രിമാരുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അരൂരിൽ ചലച്ചിത്ര താരം സിദ്ദിഖിന്റെ പേര് പരിഗണനയിലുണ്ട്. മധ്യ കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 39 സീറ്റുകളിലേക്കായി 200ഓളം പേരുകൾ ഉൾപ്പെടുന്ന പട്ടികയാണ് KPCCക്ക് DCCകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി, കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഹരിപ്പാട് രമേശ് ചെന്നിത്തല തുടങ്ങി 10 സീറ്റുകളിൽ സിറ്റിംഗ് MLA-മാരുടെ പേരുകൾ തന്നെയാണ് DCCകൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കൂടാതെ പറവൂർ, എറണാകുളം, കുന്നത്തുനാട്, ആലുവ, തൃക്കാക്കര, മൂവാറ്റുപുഴ, മാവേലിക്കര എന്നിവിടങ്ങളിലാണ് സിറ്റിംഗ് MLA-മാർ തന്നെ ജനവിധി തേടുന്നത്. 20ഓളം സീറ്റുകളിൽ കടുത്ത തർക്കം നിലനിൽക്കുന്നുണ്ട്. മന്ത്രിമാരായ K. ബാബു, CN ബാലകൃഷ്ണൻ എന്നിവർക്ക് സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടേക്കും. തൃപ്പൂണിത്തുറയിൽ ബാബുവിന് പകരം GCDA ചെയർമാൻ N. വേണുഗോപാലിന്റെ പേരിനാണ് മുൻഗണന. വടക്കാഞ്ചേരിയിൽ CN ബാലകൃഷ്ണന് പകരം അബ്ദുറഹ്മാൻ കുട്ടി, അനിൽ അക്കര, PA മാധവൻ തുടങ്ങി 4 പേരുകളാണ് DCCയുടെ പട്ടികയിലുള്ളത്. കൊച്ചിയിൽ ഡൊമിനിക് പ്രസന്റേഷൻ, ചെങ്ങന്നൂരിൽ PC വിഷ്ണുനാഥ്, മണലൂരിൽ PA മാധവൻ, തൃശൂരിൽ തേറമ്പിൽ രാമകൃഷ്ണൻ,
ഒല്ലൂരിൽ MP വിൻസെന്റ് എന്നീ സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. മണലൂരിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ മത്സരരംഗത്തുണ്ടാവാനുള്ള സാധ്യതയേറി. ഘടകകക്ഷികൾ മത്സരിച്ച പൂഞ്ഞാർ, അങ്കമാലി, ഏറ്റുമാനൂർ, കുന്നംകുളം എന്നിവ തിരിച്ചുപിടിക്കണമെന്ന് വിവിധ DCCകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്കമാലിയിൽ PT തോമസ്, ഡീൻ കുര്യാക്കോസ് എന്നിവരുടെ പേരുകൾ DCC നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും ഹൈക്കമാൻഡ് നോമിനിയായ റോജി M ജോണിനാണ് സാധ്യത. അരൂരിൽ ചലച്ചിത്രതാരം സിദ്ദീഖിന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ്, DCC പ്രസിഡന്റുമാരായ റോയ് കെ പൗലോസ്, VJ പൗലോസ്, ടോമി കല്ലാനി എന്നിവരുടെ പേരുകൾ പട്ടികയിലുണ്ടെങ്കിലും ഇവർക്ക് സീറ്റ് ലഭിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല. പത്മജ വേണുഗോപാൽ, ഷാനിമോൾ ഉസ്മാൻ, ലതിക സുഭാഷ് തുടങ്ങിയ മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ പേരും ചില മണ്ഡലങ്ങളിൽ പരിഗണനയിലുണ്ട്. ശരാശരി ഓരോ സീറ്റിലേക്കും 4 പേരുകളിലെങ്കിലും DCC നൽകിയ പട്ടികയിലുണ്ട്. എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തി സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക എന്ന വലിയ കടമ്പയാണ് ഇനി KPCC നേതൃത്വത്തിന് മുന്നിലുള്ളത്. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. സിറ്റിംഗ് MLA-മാരെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലിസ്റ്റാണ് മലബാർ മേഖലയിൽ DCCകൾ KPCCക്ക് നൽകിയിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും ജംബോ പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മലബാർ മേഖലയിലെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ജംബോ ലിസ്റ്റാണ് DCCകൾ KPCCക്ക് സമർപ്പിച്ചിരിക്കുന്നത്. പല മണ്ഡലങ്ങളിലും 5ഉം 6ഉം പേരുകളുണ്ട്. കോൺഗ്രസിന് ഒരു MLA പോലുമില്ലാത്ത കോഴിക്കോട് കോൺഗ്രസ് മത്സരിക്കുന്ന 5 മണ്ഡലങ്ങളിലും 6 പേർ വീതമുള്ള ലിസ്റ്റാണ് DCC തയ്യാറാക്കിയിരിക്കുന്നത്. DCC പ്രസിഡന്റ് KC അബുവിന്റെ പേര് നാദാപുരം, ബേപ്പൂർ, കൊയിലാണ്ടി മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അഡ്വക്കേറ്റ് K ജയന്ത്, KP അനിൽകുമാർ, N സുബ്രഹ്മണ്യൻ തുടങ്ങിയവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട്. മലപ്പുറത്ത് കോൺഗ്രസിന്റെ 4 സീറ്റുകളിൽ വണ്ടൂരിൽ മന്ത്രി AP അനിൽകുമാർ തന്നെ മത്സരിക്കും. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത്, VV പ്രകാശ് എന്നിവരുടെ പേരുകളാണ് ലിസ്റ്റിലുള്ളത്. ഇവിടെ തമ്മിലടി വരികയാണെങ്കിൽ സമവായ സ്ഥാനാർത്ഥിയായി ആര്യാടൻ മുഹമ്മദിനെ രംഗത്തിറക്കിയേക്കും. പാലക്കാട് ഷാഫി പറമ്പിൽ, പട്ടാമ്പി CP മുഹമ്മദ്, ചിറ്റൂർ K അച്യുതൻ, തൃത്താല VT ബൽറാം എന്നിവർ വീണ്ടും ജനവിധി തേടും. വയനാട് സുൽത്താൻ ബത്തേരിയിൽ സിറ്റിംഗ് MLA IC ബാലകൃഷ്ണൻ വീണ്ടും മത്സരിക്കും. മാനന്തവാടിയിൽ മന്ത്രി PK ജയലക്ഷ്മിക്ക് പുറമെ അപ്പച്ചൻ കുറ്റ്യാട്ടിൽ, RK മഞ്ജു എന്നിവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട്. കണ്ണൂർ ഇരിക്കൂറിൽ മന്ത്രി KC ജോസഫ്, സതീശൻ പാച്ചേനി, സോണി സെബാസ്റ്റ്യൻ തുടങ്ങിയ പേരുകളാണ് ലിസ്റ്റിലുള്ളത്. പേരാവൂരിൽ സണ്ണി ജോസഫ് തന്നെ മത്സരിക്കും. കണ്ണൂർ മണ്ഡലത്തിൽ K സുധാകരന്റെ പേരിനാണ് പ്രാമുഖ്യം. AP അബ്ദുള്ളക്കുട്ടിയുടെ പേരും DCC നൽകിയിട്ടുണ്ട്. കാസർഗോഡ് ഉദുമയിലും തൃക്കരിപ്പൂരിലും K സുധാകരന്റെ പേര് പരിഗണിക്കപ്പെടുന്നു. ഉദുമയിൽ T സിദ്ദിഖ്, തൃക്കരിപ്പൂരിൽ KP കുഞ്ഞിക്കണ്ണൻ, സതീശൻ പാച്ചേനി തുടങ്ങിയവരുടെ പേരുകളും ലിസ്റ്റിലുണ്ട്. കാഞ്ഞങ്ങാട് KP കുഞ്ഞിക്കണ്ണൻ, ഹരീഷ് P നായർ, M അസൈനാർ തുടങ്ങിയവരുടെ പേരുകളാണ് ലിസ്റ്റിലുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. BDJS NDAയുടെ ഭാഗമാകുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. BJPയുമായി സീറ്റ് ചർച്ചകൾ നടത്തുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. BJPയുമായുള്ള സഖ്യ ചർച്ചകൾക്കായാണ് വെള്ളാപ്പള്ളി നടേശൻ ദില്ലിയിലെത്തിയത്. കാരണം ഒരു ലയനം എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെന്നിച്ച് ലയിച്ചിരുന്നു എന്നാണ് പറയേണ്ടത്. ആ ലയനത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ NDAയുടെ ഭാഗമാകേണ്ടതാണ്. ഭാഗമായോ? BJP ലയിക്കാനെല്ലാം NDAയുടെ ഒരു ഭാഗമാക്കണം ഞങ്ങൾ. ആ ഭാഗമാക്കിയ ശേഷമല്ലേ ഞങ്ങൾ അവരുമായിട്ടുള്ള ചർച്ചയുടെ പ്രസക്തിയുള്ളത്. അതാകട്ടെ ആദ്യം, അത് കഴിഞ്ഞിട്ട് ബാക്കിയായി. മൂന്നാം ചേരിയിൽ നിന്നും NDA എന്ന തരത്തിലേക്ക് തീരുമാനം മാറ്റുകയാണ്. അതെ, മൂന്നാം ചേരിയല്ല, അതിന്റെ ഭാഗമാകുകയാണ്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കായി CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. AKG സെന്ററിലാണ് യോഗം. കഴിഞ്ഞ ദിവസം നടന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിന് തുടർച്ചയായാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. IG സുരേഷ് രാജ് പുരോഹിതിനെതിരെ FIR എടുത്ത് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. IG നഗ്നമായ നിയമലംഘനത്തിന് കൂട്ടുനിന്നുവെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. റിപ്പോർട്ട് നൽകാൻ മാത്രമാണ് ADGP രാജേഷ് ദിവാനെ ചുമതലപ്പെടുത്തിയത്. ഇതുകൊണ്ട് കാര്യമില്ലെന്നും VS പറഞ്ഞു. സോളാർ കമ്മീഷൻ ടെനി ജോപ്പനെ വിസ്തരിക്കുകയാണ്. സരിത നായരെ അറിയാമെന്ന് ജോപ്പൻ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. നിയമസഭയിൽ വെച്ച് സരിതയെ ജോപ്പനൊപ്പം കണ്ടു എന്ന നസീറ ബീഗം എന്ന വനിതാ പോലീസ് ഓഫീസർ മൊഴി നൽകിയത് തെറ്റാണെന്നും ജോപ്പൻ കമ്മീഷനോട് വ്യക്തമാക്കി. അന്ന് ശെൽവരാജ് മുഖ്യമന്ത്രിയെ കണ്ടുവോ എന്ന് തനിക്കറിയില്ലെന്നും ജോപ്പൻ പറഞ്ഞു. തന്റെ മൊബൈലിൽ നിന്ന് മുഖ്യമന്ത്രി സരിതയെ വിളിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയെ കാണുന്നതിനായി മല്ലലിൽ ശ്രീധരൻ നായർ വന്നപ്പോൾ താൻ ശ്രീധരൻ നായരെ കണ്ടിട്ടുണ്ടെന്നും ജോപ്പൻ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. താലൂക്ക് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ നിർദ്ദേശിച്ച ഭൂമിക്ക്
സർക്കാർ ക്രമവിരുദ്ധമായി ഭൂപരിധിയിൽ ഇളവ് നൽകി. ഇടുക്കി പീരുമേട് ഹോപ്പ് പ്ലാന്റേഷനാണ് പ്രത്യേക അധികാരം ഉപയോഗിച്ച് മന്ത്രിസഭായോഗം ഇളവ് നൽകിയത്. റവന്യൂ രേഖയിൽ തരിശുഭൂമിയായി രേഖപ്പെടുത്തിയ 724 ഏക്കറിന് ഇളവ് അനുവദിച്ച് ഉത്തരവിറക്കുകയായിരുന്നു. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ ശുപാർശ ചെയ്ത കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ് സ്വകാര്യ തോട്ടം ഉടമയ്ക്ക് വിട്ടു നൽകാൻ തീരുമാനിച്ചത്. ഭൂമിക്ക് ഇളവ് നൽകിയുള്ള ഉത്തരവിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ 81(3) വകുപ്പ് പ്രകാരമാണ് ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. തരിശുഭൂമിയെന്ന് സർക്കാർ രേഖയുള്ള ഭൂമിയാണ് തോട്ടം മേഖലയ്ക്ക് നൽകുന്ന ഇളവിൽ ഉൾപ്പെടുത്തി സ്വകാര്യ വ്യക്തിക്ക് നൽകിയത്. കോൺഗ്രസ് നേതാവിന്റെ ബന്ധു ഉടമയായ ഹോപ്പ് പ്ലാന്റേഷനാണ് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കാനുള്ള ലാൻഡ് ബോർഡിന്റെ നടപടിക്കെതിരെ കമ്പനി ഹൈക്കോടതിയെയും തുടർന്ന് സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. എന്നാൽ അനുകൂല വിധി ലഭിച്ചതുമില്ല. ഭൂപരിധിയിൽ ഇളവ് നൽകാൻ സർക്കാരിന് അധികാരമുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയിരിക്കുന്നതിനാൽ അന്തിമ തീരുമാനം സർക്കാർ തീരുമാനത്തിന് ശേഷം മാത്രമേ കൈക്കൊള്ളാവൂ എന്നുമാണ് കമ്പനി കോടതിയിൽ ആവശ്യമുന്നയിച്ചത്. ഇതനുസരിച്ചുള്ള അപേക്ഷയിൽ മേലാണ് മന്ത്രിസഭായോഗം വിവാദമായ തീരുമാനം കൈക്കൊണ്ടത്. 800 ഏക്കർ ഭൂമിയാണ് മിച്ചഭൂമിയായി ഏറ്റെടുക്കാൻ പീരുമേട് താലൂക്ക് ലാൻഡ് ബോർഡ് തീരുമാനിച്ചിരുന്നത്. മിച്ചഭൂമിക്ക് ഇളവ് നൽകാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ പാടില്ലെന്നിരിക്കെയാണ് സർക്കാർ ഹോപ്പ് പ്ലാന്റേഷന് ക്രമവിരുദ്ധമായി ഭൂപരിധിയിൽ ഇളവ് നൽകിയത്. ലെസ്ലി ജോൺ, ഇടുക്കി. വെള്ളാപ്പള്ളി ഈഴവ സമുദായത്തിന്റെ മുഴുവൻ അച്ചാരം വാങ്ങേണ്ടെന്ന് ആലപ്പുഴ DCC പ്രസിഡന്റ് A. ഷുക്കൂർ പറഞ്ഞു. 35 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് എനിക്ക് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല, ആരൊക്കെയാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റിയ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ഷാജു എല്ലാ കാലത്തും UDF-നകത്ത് കോൺഗ്രസ് ഒരു ലൈസൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള അഭിപ്രായം താഴെത്തട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. KPCCയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ VD സതീശനെതിരെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രയോഗം ഇത്ര തരംതാണ് പ്രവർത്തനം നടത്തണമോ? VD സതീശനെതിരെ ഒരു ഇങ്ങനെയാണോ ഒരു SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി? ഇതുപോലെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു നിലപാടുള്ള പാർട്ടിയാണ് ഈ ജില്ലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങൾ ഈഴവ സമുദായത്തെ വെള്ളാപ്പള്ളിയുടെ മൊത്ത കച്ചവടക്കാരനാണെന്നുള്ള അങ്ങനെ വേണ്ട, അതിനോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഞാനതൊരു വിവാദത്തിലും പറയാനാകില്ല. ഞങ്ങൾ അതിനകത്ത് SNDP യോഗത്തിൻ്റെ താല്പര്യമുണ്ട്, ആ താല്പര്യത്തിന് നിൽക്കാം. ശ്രീനാരായണ താല്പര്യമുണ്ട്, ശ്രീനാരായണ ദർശനത്തിലൂന്നി താല്പര്യമുണ്ട്, അതിനെല്ലാം പോകാം. പക്ഷേ ഒരു വ്യക്തി എടുത്ത് കാണിക്കുന്ന അത്തരത്തിലുള്ള നിലപാടുകളോട് വിയോജിപ്പുണ്ട്. തിരികെ വാർത്തകളിലേക്ക്. DYFI സംസ്ഥാന സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരുകയാണ്. 608 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനം നാളെ വൈകിട്ട് സമാപിക്കും. കഴിഞ്ഞ സമ്മേളന കാലയളവിലെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് 2ാം ദിവസവും തുടരുന്നത്. സന്നദ്ധ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ ഇടപെടലുകളിലും പരിസ്ഥിതി മേഖലകളിലും തുടങ്ങി യുവജന പ്രസ്ഥാനത്തിൻ്റെ ഓരോ ചലനങ്ങളും സമ്മേളനം ഇഴകീറി പരിശോധിക്കുന്നുണ്ട്. 49,51,604 അംഗങ്ങളുള്ള രാജ്യത്ത് വലിയ യുവജന മുന്നേറ്റമായി DYFI മാറിക്കഴിഞ്ഞു. മികച്ച സന്നദ്ധ സംഘടനയ്ക്കും പരിസ്ഥിതി സംഘടനയ്ക്കുമുള്ള അംഗീകാരങ്ങൾ സംസ്ഥാനത്തെ UDF സർക്കാരിന് വരെ DYFIക്ക് നൽകേണ്ടി വന്നു. DYFI വെച്ചുപിടിപ്പിക്കുന്ന വൃക്ഷത്തൈകളുടെ എണ്ണം ഒരു റെക്കോർഡാണ്. ആ പ്രവർത്തനത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തി കേരളത്തിലെ മികച്ച പരിസ്ഥിതി സംഘടനയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് ഒരു അവാർഡ് നൽകാറുണ്ട്. ആ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് DYFI ആണ്. ആ രംഗത്ത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന സംഘടനയ്ക്ക് സംസ്ഥാന ഗവൺമെൻറ് ഒരു അവാർഡ് നൽകി വരുന്നുണ്ട്. ആ അവാർഡ് നിശ്ചയിച്ച കാലം മുതൽ ആ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെടുന്ന സംഘടന DYFI ആണ്. സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ സെമിനാറുകളും തിരൂരിൽ നടക്കുന്നുണ്ട്. വർഗീയ ഫാസിസത്തിനെതിരെ ഉണർന്നിരിക്കാൻ നിരന്തരം ആവശ്യപ്പെടുകയാണ് ഈ യുവജന പ്രസ്ഥാനം. 1,00,000 യുവാക്കളെ അണിനിരത്തിയുള്ള പ്രകടനത്തോടെയായിരിക്കും 13ാമത് സംസ്ഥാന സമ്മേളനം കൊടിയിറങ്ങുക. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറായി യോഗ്യതയില്ലാത്തയാളെ നിയമിക്കാൻ നീക്കം. ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഡോക്ടർ P. നസീറിനെയാണ് നിയമിക്കാൻ ഒരുങ്ങുന്നത്. നിയമനത്തിനെതിരെ ധനവകുപ്പും നിയമവകുപ്പും എതിർപ്പ് രേഖപ്പെടുത്തിയിരുന്നു.
US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ നിർണായക ദിനമായ സൂപ്പർ ചൊവ്വയിലെ വോട്ടെടുപ്പിൽ ഹിലരി ക്ലിന്റണും ഡൊണാൾഡ് ട്രംപിനും ജയം. 12 സ്റ്റേറ്റുകളിലെ ഫലം വന്നതിൽ ട്രംപ് 5 സ്റ്റേറ്റുകളിലും ഹിലരി 6 സ്റ്റേറ്റുകളിലുമാണ് ജയിച്ചത്. സൂപ്പർ ചൊവ്വയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കൻ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഏറെക്കുറെ വ്യക്തമായി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോസ് കടാപ്പുറം വാഷിംഗ്ടണിൽ നിന്നും ചേരുകയാണ്. ജോസ്, വിവരങ്ങൾ. ബേസിക്കലി ഇന്നത്തെ ഈ സൂപ്പർ ട്യൂസ്ഡേ മത്സരത്തില് ഇന്ന് 12 സ്റ്റേറ്റുകളിൽ ഒരു ദിവസം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമാണ് സൂപ്പർ ട്യൂസ്ഡേ. ഇത് വളരെ അമേരിക്കൻ പ്രൈമറി ഇലക്ഷനിൽ വളരെ നിർണായകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതില് ഇന്ന് ഈ 12 സ്റ്റേറ്റിലെ 8 സ്റ്റേറ്റിലെ റിസൾട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ഡൊണാൾഡ് ട്രംപ് ലീഡ് ചെയ്യാണ്. 8-ൽ 6 സീറ്റ് അദ്ദേഹം 6 സ്റ്റേറ്റുകളിൽ വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് റിപ്പബ്ലിക്കൻ പ്രൈമറി ഇലക്ഷന്റെ ഒരു കാര്യം. അതിന്റെ മറുവശത്ത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രൈമറി ഇലക്ഷൻ നോമിനിയായിട്ട് വരുന്നത് ഹിലരി ക്ലിന്റൺ ആണ്. 8 സ്റ്റേറ്റിലെ റിസൾട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞു. അതിൽ 6 സ്റ്റേറ്റിലെ ഹിലരി ക്ലിന്റണും 2 സ്റ്റേറ്റിലെ ബേണി സാൻഡേഴ്സും വിജയിച്ചിരിക്കുകയാണ്.